പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ചാപ്റ്റർ ചെറുതാണെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്തൊരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ പ്രയാസമാണ്. കാരണം ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന മുഴുവൻ പോയിൻറ്റും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സമ്പൂർണ്ണ സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഫ്രണ്ടിൽ. അതായത് പാഠം തുടങ്ങുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഈ ചിത്രമൊന്നും നോക്കില്ല. കാരണം ഇതൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ചിത്രമൊക്കെ കുട്ടികൾ നോക്കും. നമുക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് താഴോട്ട് പോയാൽ നമ്മൾ ഈ സമ്പൂർണ്ണയെ അങ്ങ് വിട്ടുകളയും. അപ്പോൾ സമ്പൂർണ്ണയിൽ നിന്ന് തുടങ്ങാം. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ. അപ്പോൾ നമുക്ക് പാഠത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. തൊഴിലുകൾ പലതരമുണ്ട്. കൃഷിപ്പണി, ഹോട്ടൽ ജോലി, അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ, അങ്ങനെ ഒരുപാട് തൊഴിലുകളുണ്ട്. നമ്മൾ പഠിക്കുന്നത് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തൊഴിലുകളൊക്കെ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? വരുമാനം ഉണ്ടാക്കുവാനാണ് ഈ തൊഴിലുകളൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മളൊക്കെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മേഖലയാണ് പ്രാഥമിക മേഖല. രണ്ടാമത്തേത് ദ്വിതീയ മേഖല, മൂന്നാമത്തേത് തൃതീയ മേഖല. അപ്പോൾ പ്രാഥമികം, ദ്വിതീയം, തൃതീയം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഈ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണെന്ത്? പ്രാഥമിക മേഖല. അപ്പോൾ ഈ പ്രാഥമിക മേഖലയിൽ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്കായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത മേഖലയാണ് ദ്വിതീയ മേഖല. അപ്പോൾ ഈ ദ്വിതീയ മേഖലയും പ്രാഥമിക മേഖലയും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിനാണ് ഈ മേഖലയിൽ പ്രാധാന്യം. ഇവിടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നു? വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയ്ക്ക് കൃഷിക്കാണ് പ്രാധാന്യം. കാർഷിക മേഖല. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ അവിടെ വ്യവസായത്തിനാണ് പ്രാധാന്യം. അവിടെ വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അത് വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. ഈ ദ്വിതീയ മേഖലയിൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അടുത്ത മേഖലയാണെന്ത്? തൃതീയ മേഖല. അപ്പോൾ ഈ തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖല എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് സേവന മേഖല എന്നറിയപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തൃതീയ മേഖലയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ആ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു. അതിനു പുറമെ അത് വിതരണം ചെയ്യുന്നു. ഇതൊക്കെ സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അതേപോലെ ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു, അതേപോലെ വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഈ സേവന മേഖലയിൽ ഇവയ്ക്ക് കൂടാതെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന മേഖലയിൽ വിദ്യാഭ്യാസവും ഗതാഗതവും ബാങ്കിങ്ങും ITയും തുടങ്ങിയവയും ഉൾപ്പെടുന്നു. അപ്പോൾ ഈ സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും അറിയപ്പെടുന്നു. സേവനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. സേവന മേഖല എന്നറിയപ്പെടുന്നു. പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ സംഭരിക്കുന്നു, അതുകൂടാതെ ഇത് വിതരണം ചെയ്യുന്നു. അതാണ് സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ. ഇവയ്ക്ക് പുറമെ വിദ്യാഭ്യാസമുണ്ട്, IT ഉണ്ട്, ഗതാഗതമുണ്ട്, ബാങ്കിങ് ഉണ്ട്. ഇവയൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണെന്ത്? തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്
CSO വർഗീകരിച്ചിട്ടുണ്ട്. ആരാണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളായിട്ട് വർഗീകരിച്ചതെന്ന് ചോദിച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO ആണ് ഇങ്ങനെ വർഗീകരിച്ചിട്ടുള്ളത്. ആ വർഗീകരണം താഴെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പട്ടിക ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ പ്രവർത്തനങ്ങളൊക്കെ തരും, എന്നിട്ട് ഇത് ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ കോട്ടയിലുള്ളത് ഇവിടെ നീലയായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ആദ്യത്തെ കോട്ടയിലുള്ളത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ, രണ്ടാമത്തേതിൽ വ്യവസായം, രണ്ടാമത്തേതിൽ ദ്വിതീയ മേഖല, അതേപോലെ മൂന്നാമത്തേതിൽ തൃതീയ മേഖല. കാർഷിക മേഖല ഒന്നാമത്തേത്, രണ്ടാമത്തേത് വ്യവസായ മേഖല, മൂന്നാമത്തേത് സേവന മേഖല. അപ്പോൾ ഈ 3 മേഖലകളിലും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പട്ടികയിൽ നിന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, ഒന്നാമതേ ഞാൻ പറഞ്ഞു പ്രാഥമിക മേഖല കാർഷിക പ്രവർത്തനങ്ങളാണ് കൂടുതൽ, കൃഷിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിലായിരിക്കും. അതേപോലെ വനപരിപാലനം, പിന്നെ മത്സ്യബന്ധനം, ഖനനം. വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവയൊക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. ഇവയൊക്കെ പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. അത് നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം. വനപരിപാലനം, വനം പ്രകൃതിയുടെ ഭാഗമാണ്. മത്സ്യബന്ധനം, മത്സ്യം പ്രകൃതിയുടെ ഭാഗമാണ്. ഖനനം ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ ഇത് 3 എന്താണ്, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. അടുത്തത് വ്യവസായ മേഖല, അതായത് രണ്ടാമത്തെ മേഖലയായിട്ടുള്ള ദ്വിതീയ മേഖല, വ്യവസായ മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനമാണ് ഒന്ന് വ്യവസായം. എന്തായാലും വ്യവസായ മേഖലയിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നൊന്നാണ് വൈദ്യുതി ഉൽപ്പാദനം, അതേപോലെ കെട്ടിട നിർമ്മാണം. വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവ രണ്ടാമത്തെ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇവിടെ എല്ലാം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണം, കെട്ടിടം ഉണ്ടാക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം, വൈദ്യുതി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, പ്രാഥമിക മേഖലയിലല്ല ദ്വിതീയ മേഖലയിലാണ് വ്യവസായവും വൈദ്യുതി ഉൽപ്പാദനവും കെട്ടിട നിർമ്മാണവും. മൂന്നാമത്തെ മേഖലയാണെന്ത്, തൃതീയ മേഖല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാം, നമ്മളെ കാര്യങ്ങളായിട്ട് തന്നെ നോക്കിയാലോ. വ്യാപാരം ഒരു സേവന മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഗതാഗതം, അതേപോലെ ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണവും വിതരണവുമാണ് എന്തിൻ്റെ പണി, സേവന മേഖലയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. സേവന മേഖലയിൽ പിന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടില്ലേ? അപ്പോൾ സേവന മേഖലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ബാക്കിയൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ മൂന്നാമത്തെ മേഖലയിൽ ഉൾപ്പെടുന്നു. ഈ CSOയെ പറ്റിയിട്ടൊരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ടയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. അപ്പോൾ കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് CSO പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല, ഒന്നാമത്തെ ചുമതല സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അതേപോലെ എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചിട്ട് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നു, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നത് ആരാണ്? CSO ആണ്. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നത് CSO ആണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ചുമതലകളാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനുള്ളത്. അതേപോലെ ഇത് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് ഭക്ഷ്യോൽപാദനമാണ്. ഭക്ഷ്യോൽപാദനം ഇന്ത്യയിലെ വിവിധ കാലഘട്ടങ്ങളിൽ പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നില്ല, ദാരിദ്ര്യം ഇന്ത്യയിൽ ഇപ്പോഴും പല പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഈ ഭക്ഷ്യോൽപാദനം നടക്കുന്നുണ്ടെങ്കിലും ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യഥാവിധി എല്ലാവരുടെയും അടുത്തേക്ക് എത്തുന്നില്ല. അതായത് വിതരണത്തിൽ അപാകതയുണ്ട്. അതേപോലെ ഈ സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷി കുറവാണ്. അതായത് നമ്മൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു, പക്ഷേ അത് സാധാരണക്കാർക്ക് വാങ്ങണമുള്ളൂ, ആ ശേഷി കുറവാണ്. ഈ 2 കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ദാരിദ്ര്യം നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വിതരണത്തിലെ അപാകതയും അതേപോലെ സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവാണ്. ഇവിടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ, ഈ ഒരു 2100ഉം 2400 കലോറിയും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ
പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതായത് ദാരിദ്ര്യത്തിനൊരു കണക്കാണ് വെച്ചിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100 കലോറിയാണ്, അതിൽ താഴെയാണ് പോഷകാഹാരം ലഭിക്കുന്നവരാണെങ്കിൽ അവർ ദാരിദ്ര്യത്തിലാണ്. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിക്ക് താഴെയാണെങ്കിൽ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ ഈ 2100ഉം 2400 കലോറിയും ഓർത്തു വെക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഞാനിങ്ങനെയാണ് ഓർക്കുന്നത്. നഗരപ്രദേശങ്ങളിലുള്ളവർ അത്ര കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അവർക്കാണല്ലോ കുറച്ചും കൂടി കലോറി വേണ്ടത്. അവർ 2400 കലോറി വേണം. അപ്പോൾ ഈ രണ്ടിലും കൂടുതൽ ആർക്കാണ് വേണ്ടത്? ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഓർക്കാറ്. അതായത് 2400 കലോറിയിൽ കുറവാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ദാരിദ്ര്യമുണ്ട്. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ കുറവാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടെന്നാണ് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇനി 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 29.8%. 29.8% ഇന്ത്യയുടെ ദാരിദ്ര്യം. അത് ഏത് സാമ്പത്തിക സർവേ പ്രകാരം? 2011-12 സാമ്പത്തിക സർവേ പ്രകാരമാണ് 29.8%. ഏറ്റവും കൂടുതൽ 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ബീഹാറിലാണ് 53.5%. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശാണ് 9.5%. കേരളത്തിൽ 12%ആണ് ദാരിദ്ര്യം. അത് 2011-12 സാമ്പത്തിക സർവേ പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണ് ESCRTയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 29.8%. ഏറ്റവും കൂടുതൽ ബീഹാറിലുമാണ്, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലുമാണ്. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷയെ പറ്റിയിട്ടാണ്. ഭക്ഷ്യസുരക്ഷയുടെ നിർവചനം: എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണെന്ത്? ഭക്ഷ്യസുരക്ഷ. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും എന്ത് കിട്ടണം? സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കണം. വെറും ഭക്ഷണമല്ല, പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കണം. ഈ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണെന്ത്? ഭക്ഷ്യസുരക്ഷ. അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഒരു രാജ്യത്ത് തന്നെ ആ രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാം. ഇനി കുറച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. സർക്കാർ പദ്ധതികളുമുണ്ട്, സർക്കാർ പരിപാടികളുമുണ്ട്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് ഇവ രണ്ടും. പലതരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അന്നപൂർണ, മറ്റൊന്ന് അന്ത്യോദയ അന്യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സർക്കാർ പരിപാടികൾ എന്ന് പറയുമ്പോൾ സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അപ്പോൾ സർക്കാർ പരിപാടികളും സർക്കാർ പദ്ധതികളെയും പറ്റി വിശദമായിട്ടൊരു പദസൂര്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് നോക്കിക്കളയാം. ആദ്യത്തേത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ്, അതേപോലെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത് അന്നപൂർണയാണ്, പിന്നെ അന്ത്യോദയ അന്യോജന. അപ്പോൾ ഇത് രണ്ടും എനിക്ക് മാറാറുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അന്നപൂർണ, മറ്റൊന്ന് അന്ത്യോദയ അന്യോജന. അപ്പോൾ അന്നപൂർണ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ അന്നപൂർണ പദ്ധതി. മാസം 10 കിലോ അരിയാണ് സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ ലഭിക്കുന്നത്. അതേസമയം അന്ത്യോദയ അന്യോജന എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനമാണ്. അപ്പോൾ ഇത് പ്രകാരം കിട്ടുന്ന ഇത് പറയുന്നത് മാസം 35 കിലോ അരിയും 3 രൂപയ്ക്കും, അതേപോലെ ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓർത്തു വെക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന എന്ന് പറയുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു 65 വയസ്സിന് പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ. സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല,
അന്നപൂർണ പറയുന്നത് ഒരാളാണ് അന്ന. അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ ഒരു 10 കിലോ അരി മതി മാസം. ഓക്കെ, അപ്പോൾ 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ ലഭിക്കുന്നു. ഇനി അന്ത്യോദയ അന്യോജന, ഏറ്റവും കൂടുതൽ അരി ലഭിക്കുന്നത് ഈ പദ്ധതിയാണ്. മാസം 35 കിലോ അരിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബമാണ്. കുടുംബമാകുമ്പോൾ കുറേ പേരില്ലേ, അവർക്കൊക്കെ കുറേ അരി വേണ്ടേ. അപ്പോൾ മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും. അപ്പോൾ അന്നപൂർണയും അന്ത്യോദയ അന്യോജനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ടും പരസ്പരം മാറാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്തൊരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ്. 100 ദിവസത്തെ തൊഴിൽ ദിനം ഉറപ്പാക്കുന്നു. അതേപോലെ ഈ പദ്ധതിക്ക് വേണ്ടുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. 1/3 സ്ത്രീകൾ വേണ്ടത്. 18 വയസ്സ് പൂർത്തിയാവണം. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്തതാണ് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. നമ്മൾ കഴിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ലേ 8ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് വരെയാണ് ഫുഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ 9ഉം 10ഉം +1ഉം +2 ഒക്കെ നമുക്ക് ഫുഡ് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ 8ാം ക്ലാസ് വരെ നമുക്ക് കിട്ടിയത് ഉച്ചഭക്ഷണ പരിപാടിയിലൂടെ കിട്ടിയ ഫുഡാണ്. അപ്പോൾ സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി. അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അടുത്ത പരിപാടിയാണ് സംയോജിത ശിശുവികസന പരിപാടി. എവിടെയായിരിക്കും ശിശുവികസനം? അംഗൻവാടികളിലാണ് ഈ പദ്ധതി. ഇത് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അംഗൻവാടി പോകുന്ന കുട്ടികൾ 6 വയസ്സിന് താഴെയുള്ളവരാണ്. അതേപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം. അതേപോലെ നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണ് സംയോജിത ശിശുവികസന പരിപാടി. അപ്പോൾ ഈ പദ്ധതികളും പരിപാടികളും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതേ പോയിന്റുകൾ അതേപോലെ ചോദിച്ച് ഏത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റണം. കൺഫ്യൂഷൻ വരാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും അതേപോലെ സർക്കാർ നിയന്ത്രണത്തിലുമുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. അതായത് നമ്മുടെ റേഷൻ കടകളും മാവേലി സ്റ്റോറുകളൊക്കെ ഈ പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം, പൊതുവിതരണ കേന്ദ്രം. നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഹോർട്ടികോർപ്പാണെങ്കിൽ പച്ചക്കറികളാണ് കിട്ടുന്നത്. അതേപോലെ ബാക്കിയുള്ളത് നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയൊക്കെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നു. ഇവയൊക്കെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 2013 ഇത് പാർലമെൻറ്റ് അംഗീകരിക്കുന്നത്. പ്രത്യേകതകൾ 3 അവിടെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. 3 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. അതേപോലെ ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. 3ാമത്തെ പ്രത്യേകത ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത നമ്മുടെ പൗരന്മാരുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതേപോലെ ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നതും ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതയും. ഇത് ഏത് വർഷമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത്? 2013. ഈ ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വരിയും ശ്രദ്ധിക്കണം. എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ളൊരു ചാപ്റ്റർ അതിൻ്റെ ഡിസ്കഷനായിട്ട് കാണാം. അതുവരേക്കും ബൈ.